വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ വഴിയുടെ ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് നോക്കിയിട്ട് അന്തം വിട്ട് കുന്തം വിട്ട് ഇങ്ങനെ നിൽക്കണേലും ഭേദം നമ്മൾക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് അതിനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കെ സ്മാർട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാതികൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിക്കോട്ടെ അത് നമുക്ക് കെ സ്മാർട്ട് വഴി അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതറിയാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലാസ്റ്റ് വരെ കാണോട്ടെ. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചതിന് റിപ്ലൈ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ അവസ്ഥ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾക്ക് ഗൂഗിളിൽ ഒന്ന് കയറി സെർച്ച് ചെയ്യണം. ആദ്യം തന്നെ കെ സ്മാർട്ട് ഒന്ന് സെർച്ച് ചെയ്യട്ടോ. സെർച്ച് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാനുള്ളത് ഞാൻ കാണിക്കാം. ഇതറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ ലോഗിൻ കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് സിറ്റിസൺ ഉണ്ട്, ഒഫീഷ്യൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗനൈസേഷൻ ലൈസൻസിക്ക് വേണ്ടിയിട്ടും ഒഫീഷ്യലി നമ്മൾക്ക് മേലുദ്യോഗസ്ഥർക്കും വേണ്ടിയും സിറ്റിസൺ നമുക്ക് വേണ്ടിയിട്ടും കേട്ടോ. നമ്മുടെ നമ്പർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് ലോഗിൻ ചെയ്ത് കയറാം. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, രജിസ്ട്രേഷൻ അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ OTP ഒക്കെ അയച്ച് ഇതേ OTP വന്ന് ഞാൻ OTP കൊടുത്തു കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കയറാം. അപ്പൊ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ അവിടെ ഒന്നും പോയി നിന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് അവിടെ വാലിക്കണം കേൾക്കാനായിട്ട് അങ്ങോട്ട് പോകണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യം കെ സ്മാർട്ടിലുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാൻ ഓർത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പേജായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ പബ്ലിക് കംപ്ലയിൻസ് എന്നും കൊണ്ട് കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ പറയണ്ടാവും. അതിനകത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മരം ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫ്ലഡ് മൂലം വെള്ളക്കെട്ടും കാര്യങ്ങളും ഡ്രൈനേജിന്റെ സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത് അതിനകത്തൊന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കയറിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടും കാര്യങ്ങളും ഭയങ്കര രൂക്ഷണം, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ ഓർത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചത് എല്ലാവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാലോ എന്ന്. അപ്പൊ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഫ്ലഡിന്റെ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നത്തിന്റെ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മറ്റേത് A4 ഇങ്ങനെ ഒരു അപേക്ഷയും എഴുതിയിട്ട് അവരുടെ പുറകെ കൂടി നടന്ന് ഇതിനൊരു തീരുമാനവും ആവൂലോ ഒന്നും. ഇത് കെ സ്മാർട്ട് വഴിയൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് മറുപടി അവർ തന്നില്ലെന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പ്രശ്നം. അപ്പൊ വേഗം നമുക്കൊരു മറുപടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാനിപ്പോൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റെയിൻ വാട്ടറിന് ഇവിടെ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതിന് ഒരു പരാതി ഞാനിപ്പോൾ കെ സ്മാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരികത്ത് ചേർത്ത് കാണിക്കണേ കേട്ടോ. പിന്നെ അത് നിസാര കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് 5 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഇവിടെ നിന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാട്ടെ വീട്ടിൽ തന്നെ ഇരുന്ന്. അപ്പോ അതിനകത്ത് പറയണത് കംപ്ലൈന്റ് ഇൻഫോർമേഷൻ, എന്താണ് കംപ്ലൈന്റ്, എന്താണ് പരാതി എന്നുള്ള കാര്യങ്ങൾ, ലൊക്കേഷൻ ഇൻഫോർമേഷൻ, ഏതാണ് വാർഡ്, പഞ്ചായത്താണെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണ്, അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളും, ഡോക്യുമെന്റ് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടിന്റെ ഫോട്ടോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനായിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് PDF ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്രിവ്യൂ എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നോക്കിയിട്ട് ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് രജിസ്റ്റർ ആവട്ടെ. ആരുടെ ലോഗിനിൽ ഇരിക്കണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫയൽ ട്രാക്കിംഗ് വഴി നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല, കുറച്ചുകൂടി വ്യക്തമാവാനുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ ചോദിച്ചോട്ടെ. എനിക്കറിയാവുന്ന ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.